എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ വിനോദ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ശങ്കര വിദ്യാപീഠം. അപ്പോൾ ഇവിടെ ഗൃഹവാസ്തുവിൻ്റെയും ക്ഷേത്രവാസ്തുവിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് ശ്രീ കെ ഗോപാലനാചാര്യ സാറാണ്. സാറ് ചെങ്ങന്നൂർ പുലിയൂരാണ് സ്ഥലം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ ഗൃഹവാസ്തു ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരിക? ഗൃഹവാസ്തു ക്ലാസ് എന്ന് പറയുമ്പോഴേ ഈ പ്രകൃതിയിൽ മനുഷ്യന് ജീവിക്കത്തക്ക രീതിയിലുള്ള ഗ്രഹം നിർമ്മിച്ചു കൊടുക്കുക, ആ പ്രകൃതിയെ അനുസരിച്ചുള്ള ജീവിതമായിരിക്കണം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഗ്രഹത്തിൻ്റെ കണക്കുകൾ, അത് ഉത്തമമായിട്ടുള്ള കണക്കുകൾ വേണം. അത് 4 യോനിയിൽപ്പെട്ട കണക്കുകളുണ്ട്. ആ 4 യോനിയിലും 4 രീതിയിലുള്ള കണക്കുകളാണ്. പക്ഷേ ആ 4 രീതിയിലുള്ള കണക്കുണ്ടെങ്കിലും ആ 4 രീതിയിലുള്ള ഗ്രഹം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഉയരവും 4 വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഇന്നത്തെ രീതി അങ്ങനെയൊന്നും കാണുന്നില്ല. പക്ഷേ ശരിയായ രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ 4 യോനിയിൽപ്പെട്ട 4 ഗ്രഹത്തിനും കാര്യം, ഒരു ഗ്രഹം പണിയുമ്പോൾ ചിലപ്പോൾ ഒരു ഡിസൈൻ തന്നെ ആയിരിക്കും. പക്ഷേ അത് തിരിച്ചു വെച്ച് കഴിയുമ്പോൾ സംഗതി മാറും. അതാണ് അതിൻ്റെ മാറ്റങ്ങൾ. ഈ സെപ്റ്റിക് ടാങ്ക് പടിഞ്ഞാറ് സൈഡിൽ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിന് ശരിയായിട്ടുള്ള കണക്കും പ്രകാരം ശരിയായ സ്ഥാനത്ത് സ്ഥാപിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കണക്ക് പൂർണ്ണമാകത്തുള്ളൂ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പടിഞ്ഞാറ് സെപ്റ്റിക് ടാങ്ക് പണിയാന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എവിടെയാണെന്നുള്ളത് വ്യക്തമാക്കുന്നില്ല. അതിന് പ്രത്യേക കണക്കുകളുണ്ട്. ഒരു വീട്ടിൽ തന്നെ ഒരു ഗ്രഹം പണിയുമ്പോൾ അതിൻ്റെ ആദ്യ തൊട്ട് അവസാനം വരെ അതിൻ്റെ കണക്കുകൾ തെറ്റാതെ പോകണം. ഇല്ലെങ്കിൽ മാത്രമേ വാസ്തുവിദ്യ എന്നുള്ളതിൻ്റെ പൂർണ്ണമാകത്തുള്ളൂ. അല്ല, വാസ്തുവിദ്യ എന്ന് പഠിച്ചുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അത് പഠിക്കേണ്ട രീതിയിൽ കൂടെ പഠിച്ച് മുന്നോട്ട് പോയെങ്കിലേ പൂർണ്ണമായിട്ട് ഒരു വാസ്തുവിദ്യ മുഴുവനാകാൻ പറ്റത്തുള്ളൂ. അതാണ് അതിൻ്റെ സാരം എന്ന് പറഞ്ഞാൽ. അളവുകളുണ്ട്. പ്രധാനമായിട്ട് അളവുകളുണ്ട്. കാര്യം ഈ അളവുകളെന്ന് പറഞ്ഞാൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണമുണ്ട്. മരണച്ചുറ്റെന്ന് പറയുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, മരണച്ചുറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മരണം, അതായത് നിശ്ചലമായിട്ടിരിക്കുന്നു, അനക്കമില്ല. ആ വസ്തുവിന് നമ്മുടെ സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരമാണ്. അപ്പം നമ്മുടെ ആ സ്ഥൂല ശരീരം പോയി കഴിഞ്ഞാൽ പിന്നെ സൂക്ഷ്മ ശരീരം കാണാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞതുപോലെ മരണച്ചുറ്റെന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ സകല കയ്യും കാലും എല്ലാം ഓടിച്ചു പറിച്ച് നാശമാക്കി വെച്ചിരിക്കുന്ന, അനക്കമേ ഇല്ല, മരണച്ചുറ്റായിട്ടിരിക്കുക, മരണമായി. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ബാധിക്കുന്നതല്ല. എന്നാൽ തന്നെ ആ ഭൂമിയിൽ ആ ഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഇത് നമുക്കൂടെ അതിൻ്റെ അനുഭവം പറ്റും. അതാണ് മരണച്ചുറ്റുണ്ടാകരുതെന്ന് പറയുന്നത്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്ന് പറഞ്ഞെങ്കിൽ ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും നമുക്ക് എടുക്കുന്ന യാതൊരു കുഴപ്പമില്ല. അതിൽ നല്ല നോക്കുക. അത് അധമോ ഉണ്ട്, അധമത്തിലും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ മരണച്ചുറ്റ് മാത്രം വരാൻ പാടില്ല. അത് ഗ്രഹത്തിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള കണക്കാണ്. പക്ഷേ അത് മാത്രമല്ല, ആ ഗ്രഹത്തിന് വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ കാണിച്ചു കൊടുത്തെങ്കിൽ, പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സത്യത്തിൽ അത് ഓൺലൈനിൽ കൂടെ ഒന്നും പഠിച്ചിട്ടൊന്നും കാര്യമില്ല. നേരിട്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ പഠിക്കണം. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വാസ്തുവിദ്യ കിടക്കുന്നത്. അതെ. അപ്പൊ അതായത് ഭൂമിയുടെ ഗുണദോഷ ഫലങ്ങൾ തൊട്ട്. തീർച്ചയായിട്ടും അതെ. ഭൂമിയുടെ ഗുണദോഷം എന്ന് പറഞ്ഞാൽ, ഭൂമി അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞ ഒരു കോൺട്രാക്ടിനെ കൊടുത്തങ്ങ് പണിയല്ല വേണ്ടുന്നത്. ആ ഭൂമിയുടെ നിരപ്പൊന്ന് ആദ്യം കണ്ടുപിടിക്കുക. അത് എങ്ങനെ കിടക്കുന്ന ഭൂമിയാണ്, കിഴക്കോട്ട് തിരിഞ്ഞതാണോ, പടിഞ്ഞാറോട്ടാണോ, വടക്കോട്ടാണോ, തെക്കോട്ട് കണ്ടുപിടിച്ചിട്ട് അതിനെപ്പറ്റി സംസാരം ഉണ്ടായി. അതിനെപ്പറ്റി അതിൻ്റെ കണ്ടുപിടിച്ച് നോക്കിയിട്ട് അതിനെ നേരെ വടക്കോട്ടോ കിഴക്കോട്ടോ സ്വല്പം ചായത്തക്ക രീതിയിൽ ഭൂമി നിരപ്പാക്കി ഇട്ട ശേഷം വേണം അവിടെ വാസ്തുബലിയും വാസ്തുഹോമം നടത്താനായിട്ട്. നമ്മുടെ ക്ലാസിന്റെ സിലബസിൽ വരുന്നത് സ്ഥാനനിർണ്ണയം മുതൽ ഗൃഹപ്രവേശനം വരെയുള്ള. തീർച്ചയായിട്ടും അതെ. സ്ഥാനനിർണ്ണയം തൊട്ട് ഗൃഹപ്രവേശനം വരെയുള്ള സകല കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിച്ചു. നമ്മളൊന്നും വിട്ടുവീഴ്ചയില്ല. കാരണം എല്ലാ കാര്യങ്ങളും ലളിതമായ രീതിയിൽ അവരെ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ സാറ്, ഇനി അടുത്ത കാര്യം നമ്മുടെ ക്ഷേത്രവാസ്തു. ക്ഷേത്രവാസ്തുവിന്റെ ക്ലാസ്സുകൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ക്ഷേത്രവാസ്തുവിന്റെ ക്ലാസ്സിൽ സാർ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് സിലബസിൽ? ക്ഷേത്രവാസ്തുവിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഗ്രഹവാസ്തുവിന്റെയും ക്ഷേത്രവാസ്തുവിന്റെയും കണക്കുകൾ രണ്ടും ഒന്ന് തന്നെയാണ്. വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ ആൾട്രേഷന്, ഇതിന്റെ ഡിസൈനും മറ്റുള്ള കാര്യങ്ങളും എല്ലാം രണ്ടും രണ്ട് രീതിയാണ്. ഗ്രഹവാസ്തുവിന്റെ ഡിസൈൻ ക്ഷേത്രത്തിന് പറ്റത്തില്ല, ക്ഷേത്രവാസ്തുവിന്റെ ഡിസൈൻ ഗ്രഹവാസ്തുവിന് പറ്റത്തില്ല. കാര്യം രണ്ട് അവയവങ്ങളാണ്. ഇപ്പൊ ചിലരൊക്കെ സോപാനമൊക്കെ കെട്ടി വെക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നിന്നോടാണ്, അങ്ങനെ കാണിക്കാൻ പാടില്ല. ഗ്രഹത്തിന് സോപാനം കൊണ്ടും ചുരുളൊക്കെ വെച്ച് കാണിക്കുന്നുണ്ട്. അതൊന്നും പാടില്ലാത്തതാണ്. ക്ഷേത്രത്തിന് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഗ്രഹത്തിന് അല്പസ്വല്പം തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലും ക്ഷേത്രത്തിന് കണക്ക് തെറ്റാൻ പാടില്ല. അത് പൂർണ്ണമായിട്ടും 100% അത് കറക്റ്റ് ആയിരിക്കണം.
ഒരു ചെറിയ ക്ഷേത്രമേ ഉള്ളൂ. ഈ ഒരു കൊച്ചു ക്ഷേത്രമാണല്ലോ, ഇതൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ആ കൊച്ചു ക്ഷേത്രം ഉള്ളെങ്കിലും അതിന്റെ കണക്ക് കറക്റ്റ് ആയിരിക്കണം. അത് ഏത് യോനിയിലാണ് ഏത് ദിക്കിലാണ് ഇരിക്കുന്നത് അത് കണക്കാക്കി അതിൻ്റെതായിട്ടുള്ള പൂർണ്ണ രൂപം കണ്ടുപിടിച്ച കണക്ക് കൊടുത്ത് വേണം പണിയിപ്പിക്കാൻ. അതാണ് ക്ഷേത്രത്തിന്റെ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് ചെറിയ ക്ഷേത്രമുണ്ട്, ഇടത്തരമുണ്ട്, മഹാക്ഷേത്രങ്ങളുണ്ട്. ഇതെല്ലാത്തിന്റെ കണക്ക് ഒന്ന് തന്നെയാണ്. ഇപ്പൊ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ഇപ്പൊ അടുത്ത മഹാക്ഷേത്രത്തിന്റെ ആണല്ലോ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ അത് ഗോപുരം തൊട്ട് അതായത് ബാഹ്യകാര തൊട്ട് അന്തർമണ്ഡലം, അന്ധകാര, ഇതെല്ലാം ഇങ്ങോട്ട് പഠിപ്പിച്ചു വരികയാണ് കാര്യങ്ങൾ. നിങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിച്ചു വരുന്നത്. അപ്പോൾ ക്ഷേത്രത്തിന്റെ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ചൊരു വിധിയാണ്. പഠിക്കേണ്ട വ്യക്തിക്ക് തോന്നും ഞാൻ പഠിക്കണം എന്നുള്ളത്, അവൻ പഠിക്കുകയും ചെയ്യും. അതാണ് എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ക്ഷേത്രവാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ കൃത്യനിഷ്ഠയോടും മറ്റുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ഗുരുനാഥൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ കേട്ട് അനുസരിച്ച് പഠിച്ച് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവനൊരു ഒരു ക്ഷേത്രവാസ്തു ആകും. യാതൊരു സംശയവുമില്ല. പക്ഷെ അത് പഠിക്കാനുള്ള താങ്കൾ ഉണ്ടായിരിക്കണം. ഇതിനൊരു വിധിയും കൂടാ. അതാണ് എൻ്റെ നമ്മുടെ അതിന്റെ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാ ക്ഷേത്രവാസ്തുവിന്റെ അകത്ത് സിലബസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഗ്രഹവാസ്തുവിന്റെ ക്ഷേത്രം പോലെ അതുപോലെ തന്നെ ഈ പുനരുദ്ധാരണം ആണെങ്കിലും അതിന്റെ ഇതുപോലെ ഗ്രഹവാസ്തു നടത്താം, അത് ഭൂമി പൂജ ചെയ്യണം, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം. ഷടാധാര പ്രതിഷ്ഠ, ആ ഷടാധാര പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ചടങ്ങുകളാണ്. അപ്പൊ ആ ചടങ്ങെന്ന് പറഞ്ഞാൽ ആ ഷടാധാര പ്രതിഷ്ഠയുടെ ആ സമയം തൊട്ടാണ് ഗ്രഹത്തിന്റെ ക്ഷേത്രത്തിന്റെ കണക്കുകൾ തുടങ്ങാൻ പോകുന്നത്. ആ നാളം, ഷടാധാര പ്രതിഷ്ഠയുടെ നാളമുണ്ട്, യോഗനാളം. ആ യോഗനാളത്തിന്റെ ആ അറ്റത്ത് വരുന്നതാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ ഒത്ത സെന്റർ. ആ സെന്ററാണ്, അതിൽ നിന്നാണ് ഗോപുരത്തിന്റെ വിസ്താരം വരെ പോകുന്നത്. അതിൽ നിന്ന് കണക്ക്, അതാണ് ശരിയായിട്ടുള്ള കണക്ക് എന്ന് പറഞ്ഞാൽ യോഗനാളത്തിനുള്ള അളവാണ്. അതാർക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ അത് ശരിയായിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം? അപ്പോൾ ആ യോഗനാളം ഒരേ ലെവലിൽ കറക്റ്റായിട്ട് നിൽക്കണം. വെച്ചിട്ട് വേണം അതിന് 4 സൈഡും പണിത് റെഡിയാക്കി അതിനകത്ത് മണൽ നിറച്ച് വൃത്തിയാക്കി ശരിയായ രീതിയിൽ ഉറപ്പിച്ച ശേഷം അതിലാണ് നമ്മൾ നവസലിംഗം എന്നൊരു പീഠമുണ്ട്, അത് ഇരുത്തിയിട്ട് വേണം ഈ മറ്റേ ബിംബത്തിന്റെ ബിംബവും പ്രതിഷ്ഠിക്കാൻ. അതിന്റെ ഗമനം കൊടുക്കുക. അപ്പോൾ അതിൽ നിന്നുമാണ് സത്യത്തിൽ കണക്കെടുക്കേണ്ടത്. അതിൽ നിന്നാണ് ഗർഭഗ്രഹം എടുക്കേണ്ടത്. ഗർഭഗ്രഹത്തിൽ നിന്നാണ് ശ്രീകോവിൽ എടുക്കേണ്ടത്. ശ്രീകോവിൽ നിന്ന് അന്തർമണ്ഡലത്തിൽ നിന്നും പിന്നെ ബാഹ്യകാര, അതിൽ നിന്ന് പിന്നെ മര്യാദ, ഇങ്ങനെ പോകും കണക്കുകൾ. അന്നത്തെ കാലത്ത് ശരിയായ രീതി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ചില പാർട്ടികളൊക്കെ കാണുന്നുണ്ട് ഈ യോഗനാളമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന കാണാം. പക്ഷെ നമുക്ക് പറയാനുള്ള ഒരു അധികാരം ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ മിണ്ടുന്നില്ല. ആ യോഗനാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ദേവന്റെ ഇരിക്കുന്നതാണ്. അപ്പോൾ അത് ശരിയായ രീതിയിൽ ചെയ്യണം. അതിന് എപ്പോഴും ഒരു സ്ഥപതിയോ ഒരു ശില്പിയോ അതിനെ നോക്കാനായിട്ട് നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. യോഗനാളം വെച്ചങ്ങ് പോകും. അതായത് അന്നത്തെ ആ ആഘോഷവും മേളവും പൂജകളും എല്ലാം കഴിഞ്ഞ് യോഗനാളം വെച്ച് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അത് കാറ്റടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ചാഞ്ഞിരിക്കും. ഇത് വരുന്ന വ്യക്തികളെ മനസ്സിലാക്കത്തില്ല. അവർ കെട്ടി മണ്ണിട്ട് നിറച്ച് കുത്തി ഇറക്കിയൊക്കെ പോയി കഴിയുമ്പോൾ ഇത് ഓരോ കുത്തി കഴിയുമ്പോഴും ഈ യോഗനാളത്തിന്റെ സൈഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏത് ദിക്കിലേക്കായി മാറുമെന്ന് അറിയത്തില്ല. പിന്നെ നോക്കുന്നില്ല അവര്. പക്ഷെ ആ ചരട് കെട്ടിക്കഴിഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ചരട് കെട്ടിക്കഴിഞ്ഞാൽ ആ പ്ലസ് ഈ യോഗനാളത്തിന്റെ സെന്റർ എപ്പോഴും നിൽക്കണം. അത് ബോധ്യമായ ശേഷം മാത്രമേ ബാക്കി ക്ലിയർ ആക്കാവൂ. അതായത് നവസലിംഗ പീഠം എടുത്ത് വെക്കാവൂ. ഇതാണ് അതിന്റെ തത്വം. അതിൽ നിന്നാണ് നമ്മുടെ ക്ഷേത്രവാസ്തുവിന്റെ കണക്കുകളെല്ലാം പോകുന്നത്. അല്ല പിന്നെ എന്തോ പ്രയോജനം എന്തോ? അത് അവിടുന്ന് പഴിച്ചു പോയെങ്കിൽ എല്ലാം പോയി. അപ്പൊ അതാണ് കണക്ക്. അവിടെ തൊട്ട് കണക്ക്. നമ്മളൊരു ക്ഷേത്രം പണിയുമ്പോൾ എപ്പോഴും ആ യോഗനാളത്തിന്റെ കണക്ക്. ഇനി യോഗനാളം ഇല്ല എന്നുണ്ടെങ്കിൽ വെച്ചോട്ടെ, ചെറിയ ക്ഷേത്രമാണെങ്കിൽ ആ പീഠമാണ് കണക്ക്. ആ ബിംബത്തിന്റെ അനുസരിച്ച് ആ പീഠത്തിന്റെ സെന്റർ കണക്കാക്കി കറക്റ്റ് വെച്ച് അളവെടുത്ത് വയ്ക്കണം. എങ്ങനെ വെക്കണം? ദേവന്മാർക്കും ദൈവന്മാർക്കും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കണക്കുകൾ. മഹാവിഷ്ണു ആണെങ്കിൽ പുറമോട്ടാണ്, 11ാമത്തെ അംശത്തിൽ പോകണം. ശിവനാണെങ്കിൽ ബ്രഹ്മസ്ഥാനത്ത് തന്നെയാണ്, 2ാമത്തെ അംശത്തിലാ. ബ്രഹ്മാവിന് മൊത്ത സെന്ററിൽ തന്നെ പോകണം. അപ്പൊ ഇങ്ങനെ ഓരോ അംശങ്ങൾ പുറമോട്ട് പോകുമ്പോൾ അത് കണക്കാക്കി വെച്ച് വേണം അളവെടുക്കാൻ. ഇപ്പൊ ഞാൻ പറഞ്ഞത് മഹാക്ഷേത്രമായി കഴിയുമ്പോൾ ആ ക്ഷേത്രത്തിന് നമുക്ക് കൊടുക്കേണ്ട ആ ഷടാധാര പ്രതിഷ്ഠയുടെയാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ ചെറിയ അല്പക്ഷേത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്പക്ഷേത്രത്തിന് കൊടുക്കേണ്ടത് അതാത് ദേവനെ എവിടെയാണ് ഇരുത്തേണ്ടതെന്നുള്ള കണ്ടുപിടിച്ചിട്ട് അതിനടിയിൽ നമുക്ക് പീഠം സ്ഥാപിച്ചും കൊണ്ട് കല്ലിടിയിൽ കർമ്മം,
പീഠമെന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഞാൻ അതിനകത്ത് ആടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കല്ലടിയിൽ കർമ്മം. ഈ കല്ല് എവിടാ കൊണ്ടുവെക്കുന്നത്? ചുമ്മാ കൊണ്ട് കല്ല് വെച്ചാൽ പോരാ. ആ സവതി അവിടെ കറക്റ്റായിട്ട് നിന്നും കൊണ്ട് ഏത് ദേവനാണ് ഇവിടെ പ്രതിഷ്ഠിക്കേണ്ടത്, മനസ്സിലായി? അപ്പോൾ ആ പ്രതിഷ്ഠ നിൽക്കുന്നതിന്റെ കറക്റ്റായ രീതിയിൽ വേണം ഈ പീഠവും കൊണ്ടുവെക്കാൻ. പീഠം ഇങ്ങോട്ട് മാറ്റി ബിംബം അവിടെ മാറ്റി വെക്കാൻ പറ്റത്തില്ല, ഒരിക്കലും പാടില്ല. അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ വേറെ കാര്യം പറയാൻ മറന്നുപോയി തോന്നുന്നത്. കാരണം ഗ്രഹവാസ്തുവിനകത്ത് ഇതുപോലെ കല്ലിടുന്നുണ്ട്. ഞാൻ പലയിടത്ത് കണ്ടിട്ടുണ്ടത്. കുറ്റി അടിച്ച് റെഡിയാക്കിയ ശേഷം ഇത് വാനം അങ്ങ് എടുത്ത് കഴിഞ്ഞു. പക്ഷെ ഇത് എവിടാ കല്ല് കൊണ്ട് വെക്കുന്നത്? വാനത്തിന്റെ അങ്ങേ കന്നിമൂലയ്ക്ക്. അവസാനം ആ കന്നിമൂല എന്ന് പറഞ്ഞ ആ ഭിത്തി, ആ ഉത്തരത്തൂക്ക് വന്നിടത്തല്ല ഈ കല്ല് വന്നിരിക്കുന്നത്. കല്ല് വെളിയിൽ പോയി. അതിന്റെ കറക്റ്റ് ആ വരുന്ന ഭിത്തി എവിടെ വരുന്നു ആ കറക്റ്റിനായിരിക്കണം ഈ കല്ല് സ്ഥാപിക്കാൻ. അല്ലെ പിന്നെ എന്തിനാ കല്ലിടിയിൽ എന്ന് പറഞ്ഞ കർമ്മം നടത്തുന്നത് എന്ന് പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ തീർച്ചയായിട്ടും അല്പക്ഷേത്രങ്ങൾക്ക് കല്ലിടുമ്പോൾ ആ താഴത്തെ കല്ലിടിയിൽ കർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഒട്ടം ബ്രഹ്മസ്ഥാനത്ത് ഇനി ശിവന്റെ ആണെങ്കിൽ സ്വല്പം അകത്തോട്ട് പുറമ്പോട്ട് മാറും, നാഗഭൂഷണ അങ്ങനെ മാറും. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള കണക്കും പ്രകാരം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് ശരിയായ രീതിയിൽ തത്വം. അതാണല്ലോ, അതല്ലേ എൻ്റെ കാര്യങ്ങൾ, അതാണ് എൻ്റെ കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഗ്രഹം പണിയുമ്പോൾ, ക്ഷേത്രം പണിയുമ്പോൾ ഈ ഒരു കാര്യം കറക്റ്റായിട്ട് അത് വളരെയേറെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും കൂടി അത് സക്സസ് ചെയ്യണം. ഞാൻ പറഞ്ഞത് ഒരാൾ മാത്രം ചെയ്യേണ്ട കാര്യമല്ല. അന്നത്തെ ആ കമ്മിറ്റിക്കാരും ആ ഭാരവാഹികളും എല്ലാം കൂടെ കൂടിക്കൊണ്ട് സ്ഥപതിയും ശില്പിയും എല്ലാവരും കൂടെ കൂടിക്കൊണ്ട് ആ കല്ല് വെച്ച് റെഡിയാക്കി അതിനെ മംഗളമാക്കി എടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ശിവന്റെയാണ്, ശിവക്ഷേത്രമാണ് പണിയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇത്ര പുറമോട്ട് ഗമനം കൊടുക്കാം, ശരി, അത് കൊടുക്കും. അപ്പോൾ അത് കണക്കാക്കി ആ കല്ല് അതിന്റെ കറക്റ്റായിട്ട് സ്ഥാപിക്കുക. എല്ലാവർക്കും അത് കണ്ട് ബോധ്യമായി. ഇതൊന്നുമില്ല. ബാനം അങ്ങോട്ട് എടുത്തു, അതിനകത്തോട്ട് നടുക്കോട്ട് കുഴി കുഴിച്ചു, കല്ല് കൊണ്ടങ്ങ് വെച്ചു. ഇതല്ല പഠിത്തം, ഇതല്ല ക്ഷേത്രവാസ്തുവിന്റെ പഠിത്തം. അപ്പോ അതിനെ ചൊല്ലി അതിനെ ഞാൻ പലയിടത്തും വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാതെ ചിലർക്ക് ബോധ്യമായിട്ടുണ്ട്. പിന്നെ ഞാൻ ചെല്ലിടത്തൊക്കെ ഞാൻ ശരിയായ രീതിയിൽ ഞാൻ ചെയ്യിപ്പിക്കാൻ നോക്കുള്ളൂ. കാരണം ഞാനത് കണ്ടേച്ച് പോരത്തില്ല, കല്ലിടിയിൽ കർമ്മം കണ്ടേച്ച് പോരത്തില്ല. എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ഒന്ന് ചെയ്യും, അങ്ങനെ കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. ആദ്യം തൊട്ടേ നമ്മൾ പിഴയ്ക്കാൻ പാടില്ല. അല്ലാതെ കല്ല് കുറേ അങ്ങോട്ട് കൊണ്ട് കല്ല് ഇട്ടേച്ച് അതിന്റെ മണ്ടക്കോട്ട് പാറയും പണിത് ഭിത്തിയും കെട്ടി എൻ്റെ ഭിത്തി കണക്കാ സാറേ എന്ന് പറഞ്ഞ കഴിച്ചില്ല. അതല്ല പ്രധാനം. അടി നോക്കിക്കോണം. അവിടാണ് അതിന്റെ ഒന്നാമത്തെ പോസിറ്റീവ് എനർജി വരുന്നതാണ്. അവിടെ നിന്നാണ് വരുന്നത്. അല്ലെങ്കിൽ അത് നെഗറ്റീവായിട്ടേ മാറത്തുള്ളൂ. നമുക്കതിനെ ഊഹിക്കാമല്ലോ. നമ്മളൊരു കൊരണ്ടിപ്പല ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇരിക്കേണ്ട സ്ഥാനത്തല്ലേ ഇരിക്കുന്നത്. ആ പലയെ തിരിഞ്ഞിരിക്കുക നമ്മൾ എന്ത് ചെയ്യും? പലയുടെ അറ്റം അങ്ങേയറ്റത്ത് നിൽക്കുക, പകുതി വെളിയിൽ കിടക്കുന്നു. നമ്മൾ ശരിയായ രീതിയിൽ അതിൽ ഇരിക്കണം. ഇരിപ്പുറപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു പൂർണ്ണമാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ പോലെയാണ് ആ അടിത്തറ കൊടുക്കുന്ന ആ ബേസ് എപ്പോഴും നമ്മൾ ആ കണക്കും പ്രകാരം ആ പ്ലാൻ എന്ത് കൊടുത്തിരിക്കുന്നു ആ പ്ലാൻ പ്രകാരം അതിന്റെ കല്ല് വെച്ച് കൊടുക്കണം. അതിൽ നിന്ന് വേണം യോഗനാളും, അല്ലെങ്കിൽ അതെന്ത് വേണം ബാക്കിയുള്ള മേളിൽ നമ്മൾ വാർത്ത് കഴിഞ്ഞാലും നമ്മളൊരു പീഠം വെച്ച് കഴിഞ്ഞാലും പീഠവും അതിന്റെ ബാക്കിയുള്ള അടിയിലത്തെ രണ്ടുപേരെ തൂക്കായിരിക്കും. ദേവനോ ദേവിക്കോ യാതൊരു കുഴപ്പമുണ്ടാകത്തില്ല. അവർക്ക് സന്തോഷമേ ആകത്തുള്ളൂ, അനുഗ്രഹമേ തരത്തുള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടാകും. കാര്യം നമ്മളൊരു തലമുറ നമ്മൾ ജീവിച്ച് വരുന്ന ആൾക്കാരാ. ഒരു ക്ഷേത്രം പണി പഠിച്ച ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് ചെയ്യാൻ പാടില്ല. ആ കല്ല് വിടും സമയത്ത് ആൾക്കാർ അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ നിന്നിട്ട് ആ കല്ല് കറക്റ്റായ രീതിയിൽ ചെയ്യിപ്പിക്കണം. നീക്കാനുണ്ട് നീക്കണം. അതാണ് അതിൻ്റെ ഒരു കാര്യം. ശരിയായ രീതിയിൽ അറിവുള്ളവർ ഇറങ്ങി വന്നിട്ട് ആ സമിതിയിൽ കുടിക്കൊണ്ട് അതിന്റെ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പം പിന്നെ അവിടെ തടസ്സങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അവിടാണ് വരുന്നത്. ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് പൂവിട്ട് തൊഴുത് എല്ലാവരും പങ്കെടുക്കുക. പിന്നെ അതിന്റെ കണക്കാക്കി ചെയ്യുക. പീഠം വെക്കുമ്പോഴും ഈ പറഞ്ഞ ഇപ്പോൾ നമ്മൾ താഴത്തെ കല്ലിടുക എന്ന് പറഞ്ഞ പീഠം വെച്ചിരിക്കുക. ഇത് തന്നെ ആയിരിക്കണം അകത്ത്. പക്ഷെ അകത്ത് പണിയുമ്പോൾ ഭിത്തി വണ്ണം നോക്കിക്കോണം. 8 അംഗുലം ഭിത്തിയാ കണക്ക് വെച്ചിരിക്കുന്നത്. ഇന്നത്തെ കട്ടയ്ക്ക് 8 അംഗുലം അല്ല, അത് കൂടുതലുണ്ട്. അപ്പൊ 8 അംഗുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3x2 ഒരു ശ്രീകോല് പണിയാണെങ്കിൽ അതിന്റെ ഉള്ളെന്ന് പറഞ്ഞാൽ 2x10. ഈ 2x10 കിട്ടത്തില്ല ഇന്നത്തെ കട്ട എടുത്ത് വെക്കാൻ പോയി കഴിഞ്ഞാൽ. ചിലർ നല്ല കട്ട നോക്കി തെരഞ്ഞു പോകും കമ്മിറ്റിക്കാർ.
അപ്പോൾ അത് നല്ല കട്ട, ഇത് കൊള്ളാം, നല്ല കട്ടയാണ്, നല്ല നീളവുമുണ്ട്, നല്ല വീതിയും ഉണ്ടെന്ന് പറയും. പക്ഷെ അതല്ല പ്രധാനം. ഇത് പണിയുന്ന മേസ്ത്രിയോ ശില്പിയോ പറയും ആ കുഴപ്പമില്ല, നല്ലതായിക്കോട്ടെ. പക്ഷെ ഇത് പണിത് വരുമ്പോൾ അകത്തങ്ങനെ ഇരിക്കും. ചിലപ്പോൾ അത് മരണച്ചുല്ലിലേക്ക് കയറി എന്ത് ചെയ്യും? അതായത് 2 എന്നുള്ള കണക്ക് ഇത് പണിത് കഴിയുമ്പോൾ ചിലപ്പം മാറ്റം വരും. മാറ്റം വരുമ്പോൾ നമ്മുടെ കൈകണക്ക് പട്ടികയുണ്ട്. ആ കൈകണക്ക് പട്ടിക എടുത്ത് നോക്കിച്ചാൽ മതി ഇതിനകത്തെ അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത്. തേച്ചെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത്ര നോക്കുമ്പോൾ ഇവിടെ 2 കോലെ 11. 2 കോലെ 11 എന്ന് പറഞ്ഞാൽ എന്തുവാ? മരണച്ചുറ്റ. അപ്പൊ അതിനൊന്നും വഴി വെക്കരുത്. ആ 8 അങ്കുലം കറക്റ്റായിട്ട് തന്നെ പണിത് വെച്ചെങ്കിൽ മാത്രമേ താഴെ വെച്ചിരിക്കുന്ന കല്ലിടിയലിന്റെ കർമ്മം അതും കൂടെ ശരിയാ പൂർണ്ണമാകത്തുള്ളൂ. അപ്പൊ എല്ലാം ചെയ്യണം എന്നുള്ളതാണ് ഒരു ക്ഷേത്രവാസ്തുവിൽ നിന്ന് അടിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ ഇതില് എല്ലാ ഭാഗങ്ങളും വരുന്നുണ്ട്. തീർച്ചയായിട്ടും ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളും, ഗോപുരം വരെ നമ്മൾ പഠിക്കും. ഗോപുരം വരെ, ഗോപുരത്തിന്റെ കാര്യങ്ങൾ വരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അത് ക്ഷേത്രത്തിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭഗ്രഹം, ശ്രീകോവില്, അന്തർമണ്ഡലം, അത് കഴിഞ്ഞ് പിന്നെ ബാഹ്യകാര കഴിഞ്ഞാൽ പിന്നെ മര്യാദയാണ്. മഹാമര്യാദയുണ്ട്, അത് വേണ്ട, മര്യാദ. അപ്പൊ ഇത്രയും കൂട്ടങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഓക്കെ സാർ. നമസ്തേ നമസ്തേ നമസ്തേ.